ഞാനിവിടെ കുറച്ച് കാടമുട്ട വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതേപോലെ അടുപ്പുള്ളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് കുലുക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ കുലുക്കി കൊടുക്കുമ്പം കാടമുട്ടയുടെ തൊലി പെട്ടെന്ന് ഇളകി കിട്ടും. കണ്ടില്ലേ, ഇപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. തൊലിയൊക്കെ നല്ലോണം ഇളകി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും. കണ്ടില്ലേ, ഞാനിവിടെ വളരെ പെട്ടെന്ന് തന്നെ ഇത് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതേപോലെ ഞാൻ എല്ലാ മുട്ടയും ഇവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതുകൊണ്ട് പെട്ടെന്നൊരു ഫ്രൈ തയ്യാറാക്കാം. അതിനായിട്ട് മുട്ടയെല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഉപ്പും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ വൃത്തിയാക്കി വെച്ച ആ മുട്ട കൂടി അതിലിട്ട് നന്നായി ഇളക്കി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ട ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമായിരിക്കും അറിയിക്കണം. നമുക്ക് തൊലിയും പെട്ടെന്ന് കളയാം, പെട്ടെന്നൊരു ഫ്രൈ ആയി കിട്ടും. വൈകുന്നേരത്തെ ചായക്കൊക്കെ ബെസ്റ്റാണ്.